ദുബായിലെ പ്രളയത്തിന് പിന്നിലെ കാരണം അറിയാമോ? ദുബായിയെക്കുറിച്ചുള്ള അത്ഭുതകരമായ വസ്തുതകൾ. പ്രളയം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ദുബായിൽ വരെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 75 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും ശക്തമായ മഴയാണിതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വളരെ വിരളമായി മാത്രം മഴ പെയ്യുന്ന ദുബായിൽ ഇങ്ങനെയൊരു പ്രളയമുണ്ടായതിനു പിന്നിലെ കാരണം അറിയണ്ടേ? കൃത്രിമമായി മഴ പെയ്യിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ക്ലൗഡ് സീഡിംഗ്. ഈ ടെക്നോളജി തന്നെയാണ് ദുബായിലുണ്ടായ കനത്ത മഴയ്ക്ക് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ മേഘങ്ങളുടെ ഘടനയിൽ വ്യത്യാസം വരുത്തുവാൻ സിൽവർ അയോഡൈഡ് വിമാനങ്ങളിൽ കൊണ്ടുവന്ന് സ്പ്രേ ചെയ്യുന്നു. ഈ സിൽവർ മോളിക്യൂൾസ് വാട്ടർ മോളിക്യൂൾസുമായി ചേർന്ന് ഹെവിയർ ആകുന്നു. അങ്ങനെ കൃത്രിമ മഴ പെയ്യിക്കുന്ന രീതിയെ ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്നു. എന്നാൽ ക്ലൗഡ് സീഡിംഗ് അല്ല ഇതിന് കാരണമെന്ന അഭിപ്രായവുമുണ്ട്. എന്തായാലും ചുട്ടുപഴുത്ത് കിടന്ന ദുബായിയെ ആകെ മൊത്തം കുളിപ്പിച്ചെടുക്കുവാൻ ഈ മഴയ്ക്ക് കഴിഞ്ഞു. ഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ദുബായ്. കാരണം മറ്റെങ്ങുമില്ലാത്ത വളരെ വിചിത്രമായ ഒരു സിസ്റ്റം ദുബായിലുണ്ട്. നിങ്ങൾ 2 കിലോഗ്രാം ഭാരം കുറച്ചാൽ ദുബായ് ഗവൺമെന്റ് 2 ഗ്രാം സ്വർണമാണ് നറുക്കെടുപ്പിലൂടെ റിവാർഡായി നൽകുന്നത്. വെയിറ്റ് കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും മികച്ച ഒരു മോട്ടിവേഷൻ വേറെ ഏത് ഗവൺമെന്റ് നൽകും? കെട്ടിപ്പിടിക്കുന്നത് തെറ്റാണോ? സ്നേഹിക്കുന്നവർക്കൊരു ഉമ്മ കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ദുബായിൽ നടക്കില്ല മക്കളെ. ദുബായിൽ പരസ്യമായി കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും ഒരു കുറ്റമായി കണക്കാക്കപ്പെടുന്നതിനാൽ നിങ്ങളുടെ പങ്കാളിയുമായി പൊതുസ്ഥലത്ത് കൂടുതൽ അടുപ്പം പുലർത്താൻ പാടുള്ളതല്ല. ഈ നിയമം അവിടുത്തെ പ്രദേശവാസികൾക്ക് മാത്രമല്ല, അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഒരേപോലെ ബാധകമാണ്. നിയമം ലംഘിക്കുന്നവരെ ജയിലിൽ അടയ്ക്കുകയോ ഡീപോർട്ട് ചെയ്യുകയോ ചെയ്യും. ഇതൊരൽപ്പം കൂടുതൽ തന്നെ. ഒട്ടകമില്ലാതെ എന്ത് ദുബായ് അല്ലേ? ക്യാമൽ റേസ് അറബികൾക്കൊരു വികാരമാണ്. റേസിൽ പങ്കെടുക്കുന്ന ഒട്ടകങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് വോക്കി ടോക്കിയിൽ കൂടിയാണ്. ഒട്ടകത്തിന്റെ പിറകിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്പീക്കേഴ്സ് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്. ഒട്ടകങ്ങളെ ഫിനിഷിംഗ് ലൈനിലേക്ക് പുഷ് ചെയ്യുന്നതിനായി റിമോട്ട് കൺട്രോൾസ് വരെയുണ്ട്. ഇവിടെ ക്യാമൽ റേസിംഗ് ഒരു വലിയ ബിസിനസ്സാണ്. ചാമ്പ്യന്മാർക്ക് ലഭിക്കുന്ന ഭീമമായ തുക തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം. $2 മില്യൺ വിലമതിക്കുന്ന വീട് മുതൽ ലക്ഷറി കാർ വരെ സമ്മാനമായി ലഭിക്കും. ഒട്ടകത്തിന്റെ പുറത്തുള്ള സവാരി മാത്രമല്ല, ക്യാമൽ ബർഗറും ക്യാമൽ മിൽക്ക് ഷേക്കുമെല്ലാം ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറെ പ്രിയങ്കരമാണ്. ഇതുകൂടാതെ ദുബായ് മോളിലെ അൽ മജ്ലിസ് റെസ്റ്റോറന്റിൽ ക്യാമൽ ഐസ്ക്രീമും ക്യാമൽ ചോക്ലേറ്റും വരെ ലഭ്യമാണ്. ലാ തൻസ അൻ തുഹിബ അൽഫിദിയോ, ലൈക്ക് അത് തന്നെ. ദുബായിലെ മറ്റൊരു ആകർഷണ കേന്ദ്രമാണ് മിറാക്കൽ ഗാർഡൻ. പേര് പോലെ തന്നെ ഈ പുഷ്പോദ്യാനം ശരിക്കും ഒരു അത്ഭുതമാണ്. ദശലക്ഷക്കണക്കിന് പൂക്കൾ ഇവിടെയുണ്ട്. ഉണങ്ങി വരണ്ട മരുഭൂമിയിൽ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നതെന്നറിയാമോ? വെള്ളമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവർ ചെടി നനയ്ക്കുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? വേസ്റ്റ് വാട്ടർ ഫലപ്രദമായി വിനിയോഗിച്ച് ഡ്രിപ്പിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഇവിടെ ഇറിഗേഷൻ നടത്തുന്നത്. മലിനജലത്തിൽ നിന്നും മനോഹരമായ പൂക്കൾ വരെ വിരിയിക്കാമെന്നിപ്പോൾ മനസ്സിലായില്ലേ? ദുബായിൽ സ്ഥിതി ചെയ്യുന്ന IMG വേൾഡ് ഓഫ് അഡ്വഞ്ചർ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ തീം അഡ്വഞ്ചറസ് പാർക്കാണ്. 1.5 ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഇവിടെ പ്രതിദിനം 20,000-ലധികം ആളുകളെ സ്വാഗതം ചെയ്യാനുള്ള കപ്പാസിറ്റിയുണ്ട്. ജനപ്രിയ കാർട്ടൂൺ നെറ്റ്വർക്ക് കഥാപാത്രങ്ങൾ, മാർവൽ സൂപ്പർ ഹീറോകൾ, ആനിമേട്രോണിക് ദിനോസറുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള 17 തീം റൈഡുകൾ ഈ പാർക്കിലുണ്ട്. എല്ലാ കാർട്ടൂൺ കഥാപാത്രങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ. അതാണ് ഈ അഡ്വഞ്ചറസ് പാർക്കിന്റെ ഏറ്റവും വലിയ സവിശേഷത. ദുബായിൽ എത്തുന്നവർ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഇതെന്നതിൽ സംശയമില്ല. ഇനി പറയാൻ പോകുന്ന കാര്യം നിലവിൽ ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ്. ഈ കൊടും ചൂടിൽ നമ്മൾ ഇങ്ങനെ വിയർത്തൊലിച്ച് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുമ്പോൾ അങ്ങ് ദുബായിൽ ബസ് സ്റ്റോപ്പുകൾ പോലും എയർ കണ്ടീഷൻഡാണ്. വേനൽക്കാലം പകുതിയാകുമ്പോഴേക്കും ദുബായിലെ താപനില 50 മുതൽ 55 ഡിഗ്രി വരെ ഉയരും. അതിനാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് കാത്തിരിക്കുന്നവർക്കായി ദുബായ് സർക്കാർ എയർ കണ്ടീഷൻ ചെയ്ത ഷെൽട്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. ചൂടിനെ പ്രതിരോധിക്കുവാൻ ദുബായ് ഗവൺമെന്റിന്റെ കയ്യിൽ വേറെയുമുണ്ട് വിദ്യകൾ. മോൾ ഓഫ് ദി വേൾഡ് എന്ന പേരിൽ ഒരു കാലാവസ്ഥാ നിയന്ത്രിത നഗരം തന്നെ നിർമ്മിച്ച് വേനൽക്കാലത്തെ കത്തുന്ന ചൂടിനെ മറികടക്കാൻ ദുബായ് ഗവൺമെന്റ് പദ്ധതിയിട്ടുകൊണ്ടിരിക്കുകയാണ്. 7 കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ ഷോപ്പിംഗ് സിറ്റി പൂർണ്ണമായും എയർ കണ്ടീഷൻഡ് ആയിരിക്കും. കുളിര് കോരുന്ന ഷോപ്പിംഗ് അനുഭവത്തിനായി നമുക്കും കാത്തിരിക്കാം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ദുബായ് ഗവൺമെന്റിന് നിങ്ങൾ എത്ര മാർക്ക് നൽകും? ദുബായ് ശരിക്കും ഒരു വിസ്മയമാണ്. ദുബായിലെത്തുന്ന സഞ്ചാരികളെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ദുബായ് മോളിലെ ഭീമൻ അക്വേറിയം ടാങ്ക്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സസ്പെൻഡഡ് അക്വേറിയമാണ്. ദുബായ് മോളിന്റെ ഗ്രൗണ്ട് ലെവലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വിപുലമായ സാൻഡ് ടൈഗർ സ്രാവുകളുടെ 200-ലധികം ഇനങ്ങളിൽ നിന്നുള്ള 33,000-ലധികം ജലജീവികളും ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ എന്ത് കുറ്റകൃത്യം നടന്നാലും സോഷ്യൽ മീഡിയയിൽ ആദ്യം വരുന്ന കമന്റ് ഇവിടെയൊക്കെ ദുബായിലെ നിയമം കൊണ്ടുവരണം എന്നല്ലേ? ആ പറയുന്നതിൽ കാര്യമുണ്ട് താനും. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്.
അതാണ് ഇവിടുത്തെ നയം. ഇവിടുത്തെ ക്രൈം റേറ്റ് 0%. ചെറിയ കുറ്റങ്ങൾക്ക് പോലും കൊടിയ ശിക്ഷ നൽകുന്നതാണ് അവിടുത്തെ രീതി. അതുകൊണ്ടുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ശിക്ഷ കഠിനമായതുകൊണ്ട് തന്നെ അവിടുത്തെ കുറ്റകൃത്യങ്ങളുടെ നിരക്കും വളരെ കുറവാണ്. ചെറുതായി ചുവടൊന്ന് പിഴച്ചാൽ തല പോയത് തന്നെ. ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പണം സമ്പാദിക്കാനും ലാഭിക്കാനും അനുവദിക്കുന്ന നികുതിരഹിത സംവിധാനം കൂടി ദുബായ് ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ മുക്കിലും മൂലയിലും നിന്നുവരെ ആളുകൾ ജോലി തേടി ദുബായിലോട്ട് എത്തുന്നതിന്റെ പിന്നിലെ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ? അമ്പടി ജിഞ്ചിനാക്കടി, നമ്മൾ ഉണ്ടാക്കുന്ന പണത്തിൽ നിന്നും 1 രൂപ പോലും ടാക്സ് അടയ്ക്കാതെ സുഖിച്ച് ജീവിക്കാനുള്ള ഈ ഓപ്ഷൻ ആർക്കാണ് വേണ്ടാന്ന് വെക്കാനാവുക? ലോകമെമ്പാടുമുള്ള നിരവധി പ്രഗത്ഭരായ എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകൾ തുടങ്ങിയവർ ദുബായിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ടാക്സ് ഫ്രീ സിസ്റ്റം ദുബായിയുടെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. 2018 ദുബായിലെ നികുതികൾ പുതുതായി അവതരിപ്പിച്ചത്. അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ലോകത്തെ അമ്പരിപ്പിക്കുന്നതിൽ ദുബായിലുള്ളവർ മോശക്കാരല്ലല്ലോ. 4 മനുഷ്യനിർമ്മിത ദ്വീപുകൾ ഇവിടെയുണ്ട്. പാം ജബേൽ അലി ഐലൻഡ്, പാം ജുമേറ, ദേറ ഐലൻഡ്, ദ വേൾഡ്സ് ഐലൻഡ് എന്നിവയാണവ. ദുബായിൽ നിർമ്മിച്ചതെല്ലാം ഒന്നുകിൽ ലോകത്തിലെ ഏറ്റവും മികച്ചതോ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയതോ ആയിരിക്കും. 2007 നിർമ്മിച്ച പാം ജുമേറയുടെ കാര്യവും അങ്ങനെ തന്നെ. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണിത്.